الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കരുണ കൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ നല്ല അടിമകളായി കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അവൻ്റെ നല്ല ദാസന്മാരായി അള്ളാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഓരോ അടിമയും അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഓർമ്മ, അള്ളാഹുവിൻ്റെ ദിക്ർ ഒരിക്കലും ഒരടിമ ഉപേക്ഷിക്കാൻ പാടില്ല. ഏത് സമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ ഉണർന്നത് മുതൽ അവൻ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ഓരോ ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്നതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത്, നമസ്കാരത്തിന് ശേഷം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ, വിസർജനം കഴിഞ്ഞാലുടൻ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത്, വാഹനത്തിൽ കയറുന്ന സമയത്ത്, ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നൊരു ജീവിതം അതൊരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത മനുഷ്യൻ അവൻ ഒരു ശൂന്യമായി കിടക്കുന്ന വീട് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരു മരണപ്പെട്ട വ്യക്തിയെ പോലെയാണ്. ഒരു ശവമായി കിടക്കുന്ന ഒരു ശരീരം, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത, അള്ളാഹുവിനെ ഓർക്കാത്ത മനുഷ്യൻ എന്ന് അതുപോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിൽ നമുക്കത് കാണാൻ പറ്റും. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. ആളൊഴിഞ്ഞ വീട്, ശൂന്യമായ വീട്, നമുക്കറിയാം. ശൂന്യമായി കിടക്കുന്ന, ആരും ഉപയോഗിക്കാത്ത വീട്, അവിടെ പാമ്പുകൾ ഉണ്ടാകും, തേളുകൾ ഉണ്ടാകും, കാട്ടുചെടികൾ വളർന്നിട്ടുണ്ടാകും, അതാകെ വൃത്തികേടായിട്ടുണ്ടാവും. കുറെ ദിവസങ്ങൾ അങ്ങനെ അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് പോലും പൊതുശല്യമായി മാറും. ആളുകൾ അങ്ങോട്ട് പോകാൻ ഭയപ്പെടും. അത് നശിച്ച് തരിപ്പണമായി പോകും. അതുപോലെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെ ഹൃദയം, ഒരാളുടെ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് അള്ളാഹുവാണ്. നമ്മളെ പരിപാലിക്കുന്നത് അള്ളാഹുവാണ്.
ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഇതൊന്നും ഒരു ദിവസം തന്നാലെ ഉണ്ടായതല്ല. എന്തെങ്കിലും ഒരു ദിവസം പൊട്ടിമുളച്ച വസ്തുക്കളല്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്. കുറച്ച് സിമെന്റും കുറച്ച് മണ്ണും കുറച്ച് കല്ലും നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിവെച്ചു. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അതൊരു വീടായി മാറി എന്നൊരാൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല. കുറച്ച് ഇരുമ്പ് കട്ടകൾ നമ്മൾ ഒരു ഭാഗത്ത് വെച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അതൊരു നല്ല വലിയൊരു മോട്ടറായി മാറിയിട്ടുണ്ട്, ഒരു മെഷീനായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു വാഹനമായി മാറിയിട്ടുണ്ട് എന്നൊരാൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കൂല. അതുപോലെ തന്നെ ഈ ദുനിയാവും ഒരു നിമിഷത്തിൽ ഉണ്ടായതല്ല. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. ഇത് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു ഇത്രയും സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വസ്തുവായി മാറിയതല്ല. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ജീവി മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. ഒരിക്കലും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാൻ പാടില്ല. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്ന് അഹങ്കാരിയാകാൻ പാടില്ല. പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ, സൗകര്യങ്ങളില്ലാത്ത സന്ദർഭത്തിൽ നിരാശനായി അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലാകാനും പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ സമയത്തും, അത് പ്രയാസത്തിലാണെങ്കിലും ശരി, സന്തോഷത്തിലാണെങ്കിലും ശരി, ഐശ്വര്യത്തിലാണെങ്കിലും ശരി, അവൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ അഹങ്കരിക്കാനും പാടില്ല. ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, എന്റെ ബുദ്ധി കൊണ്ടാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ സമ്പാദിച്ചെടുത്തത് എന്ന് ഒരിക്കലും ഹൃദയത്തിൽ വിശ്വസിക്കാനും പാടില്ല, മറ്റുള്ളവരോട് പറയാനും പാടില്ല. മറിച്ച് ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹു തആല സൃഷ്ടിച്ചു. അതിനേറ്റവും മനോഹരമായ രീതിയിൽ അള്ളാഹു തആല അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ആ അള്ളാഹുവിനെ നമ്മൾ ദിക്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദിക്ർ എന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിന് സമാധാനം നൽകുന്ന വസ്തുവാണ്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ചില വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയും. വലിയ സുന്നത്താണ്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് ഏറ്റവും ചെറിയ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ്. സഹീഹായ ഹദീസിൽ വന്ന ദിക്റാണ്. അതുപോലെ തന്നെ തസ്ബീഹാത്തുകൾ പൂർത്തീകരിക്കുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ദിക്റുകളാണ്. അതൊരാൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യുകയാണെങ്കിൽ, ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ ഹൃദയത്തിന് സമാധാനം ലഭിക്കും. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റും. ഒരിക്കലും ദിക്റുകൾ അത് നാവിന് മാത്രം ഒതുങ്ങാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ ദിക്ർ ചെല്ലുന്ന ആളുകളാണ്. ആ സമയത്ത് നമ്മൾ നാവ് കൊണ്ട് ചെല്ലും, പക്ഷെ നമ്മൾ ഹൃദയം വേറെ വിടക്കുമായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല, പക്ഷെ നമ്മളെ നാവ് ഇങ്ങനെ ദിക്ർ ചെല്ലുന്നുണ്ടാവും, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടാവുകയില്ല. അതിൽ പ്രയോജനമില്ല എന്നാണ് ആലിമീങ്ങൾ പറയുന്നത്. മറിച്ച് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലുമ്പോൾ അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹുവിനെതിരെ ആളുകൾ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ച അവന്റെ ഈ വലിയ പടപ്പുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പർവ്വതങ്ങൾ, ആകാശം, മേഘങ്ങൾ, ഭൂമി, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മൾ ദിക്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാവും ഹൃദയവും നമ്മൾ ആ ദിക്റിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് ആലിമീങ്ങൾ പ്രത്യേകം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ആ ദിക്റുകൾ അത് വളരെ നല്ല രീതിയിൽ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ചെല്ലുന്ന ആളുകളായി മാറണം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദിക്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദിക്ർ നിർബന്ധമായും നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും.
അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഏ വിശ്വാസികളായ ജനമേ, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ഓർത്തുകൊണ്ടേയിരിക്കണം, ഒരുപാട് ദിക്റുകൾ ചെല്ലണം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. നമ്മളെ ദുനിയാവിലെ ആളുകളെ നമ്മൾ വാഴ്ത്തും പുകഴ്ത്തും, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. നമ്മൾ ആളുകളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച, എത്രയോ വർഷങ്ങളായി നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് റിസ്ക് തരുന്ന അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്യുന്നില്ല. നമ്മളൊന്ന് കണ്ണടച്ച് നമ്മൾ ഹൃദയം കൊണ്ട് എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ഓർത്തത്? വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചെയ്യുക, ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ഭാഗത്തിരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആയത്തിൽ കാണാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തുകളോ നിങ്ങളെ തടുക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സമ്പത്ത് ഒരുപാട് കൂടിയതിന്റെ പേരിൽ, സന്താനങ്ങൾ നല്ല കൂടിയതിന്റെ പേരിൽ അവർ തന്നെ നോക്കുമെന്ന വിചാരത്താൽ അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാതെ ദിക്ർ ചെയ്യാതെ നടന്നിട്ടുണ്ടെങ്കിൽ അവൻ വലിയ നഷ്ടവാളി എന്നാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ദിക്ർ മുറുകെ പിടിക്കണം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും നമ്മൾ അശ്രദ്ധയിലാകാൻ പാടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിനെ കുറിച്ചിട്ട് പറയപ്പെടുന്നുണ്ട്, അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് സമയം അദ്ദേഹം പള്ളിയിൽ തന്നെ ഇരിക്കും, ചമ്രം പടിഞ്ഞിരുന്ന് ദിക്റുകൾ കൂടുതലായിട്ട് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആലിമീങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദിക്റിന്റെ മജ്ലിസുകൾ ഒരിക്കലും ഒഴിവാക്കരുത്. അങ്ങനെയുള്ള ദിക്റിന്റെ മജ്ലിസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടി മേഞ്ഞിട്ട് പോകണം, അവിടെ നിങ്ങൾ ഇന്ന് ദിക്ർ ചെല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് സുബഹി നമസ്കാരത്തിന് ശേഷം, അസ്ർ നമസ്കാരത്തിന് ശേഷം. ഒരുപാട് ഹദീസുകളിൽ കൂടി ഈ സമയത്ത് ദിക്ർ ചെല്ലുന്നതിന്റെ പ്രാധാന്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം സഹീഹായ ഹദീസുകളാണ്. ഈ സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇരുന്നിട്ട് പഠിച്ച് മനസ്സിലാക്കി ദിക്ർ ചെയ്യുന്ന ആളുകളായി മാറും. കാരണം ദിക്റുകൾ കൂടുതൽ ചെയ്താൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുള്ളൂ, നമ്മുടെ ഇബാദത്തുകളിലൊക്കെ രസം വരുള്ളൂ. ഇതിപ്പോ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഇമാം എന്താണ് ഓതുന്നതെന്നോ അതിന്റെ അർത്ഥങ്ങളോ അതിന്റെ ആശയങ്ങളോ അതിന്റെ ഒരു ആത്മീയതയോ നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഓർമ്മയില്ല എന്നുള്ളതാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാനും എൻ്റെ അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്ത്, ഒരു സംഭാഷണം, അതൊരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നടക്കുന്നില്ല. ഉലമാക്കൾ പറയുന്നുണ്ട്, നിങ്ങൾ രാത്രി നമസ്കാരങ്ങൾ നിത്യമാക്കുക. കാരണം രാത്രി നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഏകാഗ്രത കിട്ടും, അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനമാണ്, വലിയ റാഹത്താണ്. നമ്മുടെ കാര്യങ്ങൾ ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നേരിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥ, അത് വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. സുലൈമാൻ ദാറാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, കുറെ ആളുകളുണ്ട്, അവര് തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളായിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്തൊക്കെ ഖിയാമുൽ ലൈൽ കൃത്യമായി പല പള്ളികളിലും പോയി നിസ്കരിക്കുന്ന ആളുകളായിരുന്നു. അള്ളാഹുവിനോടുള്ള ആ സംഭാഷണത്തിന്റെ രസം ലഭിച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വിഷയത്തിലാണ് എനിക്ക് അത്ഭുതം, അവരെങ്ങനെയാണ് അത് ഉപേക്ഷിക്കുക? കാരണം ലോകത്തിൽ ഏറ്റവും വലിയ രസം എന്നുള്ളത് ഇതാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരുപാട് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ രസം കാണുന്നത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ടൈം പാസിന് വേണ്ടിയിട്ട്, രസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്നത് ഹറാമായ കാര്യങ്ങളെയാണ്. മോശമായ കാര്യങ്ങൾ കാണുക, മോശമായ കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അന്യന്റെ കുറ്റം പറയുക, ഇതിലൊക്കെ പലപ്പോഴും നമ്മൾ രസം കണ്ടെത്തുന്നത്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം രസമല്ല, ഇതെല്ലാം നമുക്ക് നഷ്ടമാണ്.
പിന്നീട് നമുക്ക് ഹൃദയത്തെ കാഠിന്യമാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. യഥാർത്ഥത്തിൽ രസമെന്നാൽ രാത്രി കാലങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് പള്ളിയിൽ ഇരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വലിയ സഹാബിയാണ്, വലിയ പണ്ഡിതനുമാണ്. അദ്ദേഹം ഇത്രയും വലിയ പദവിയിൽ അദ്ദേഹം എങ്ങനെ എത്തി? അദ്ദേഹത്തിന്റെ ഇബാദത്ത് കൊണ്ടാണ്, അള്ളാഹുവിനായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. രാത്രിയിൽ ഒരുപാട് നേരം അദ്ദേഹം നിന്ന് നമസ്കരിക്കുമായിരുന്നു. അവസാന സമയത്താവുമ്പോൾ സുബഹിയുടെ കുറച്ച് സമയം മുമ്പ് അദ്ദേഹം തന്റെ ഭാര്യയെയും വിളിച്ചിട്ട് ഒരുമിച്ച് നമസ്കരിക്കുമായിരുന്നു, അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. എന്തോ ഒരു കാരണത്താൽ നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര ബേജാറായി, ടെൻഷനായി. അദ്ദേഹം അന്ന് രാത്രി മുഴുവനും നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടി, ഉറങ്ങിയില്ല. ഈ ഒരു ജമാഅത്തായിട്ടുള്ള നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആലിമീങ്ങളൊക്കെ ഇപ്രകാരമായിരുന്നു. അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് മടങ്ങും. ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥ, ഏതെങ്കിലും ഒരു നമസ്കാരമോ ജമാഅത്തോ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ പിന്നീട് അതായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏതോ ഒരു സുബഹിയുടെ ജമാഅത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം ജീവിതം മുഴുവൻ അത് ആലോചിച്ച് കരയുമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെപ്പോഴാണ്? ദുനിയാവിന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ. ദുനിയാവിന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ അത് എത്ര ചെറിയ വസ്തുവാണെങ്കിലും പലപ്പോഴും നമ്മളത് മറക്കാറ് പോലുമില്ല. നമുക്കത് ടെൻഷൻ വിട്ടുമാറില്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കും. എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ, മഹാന്മാരായ പണ്ഡിതന്മാരെ, അവര് ദീനിന്റെ വിഷയത്തിലായിരുന്നു ഈ ഒരു കണിശത കാണിച്ചത്. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് വിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കും, ദുനിയാവിന്റെ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ. പക്ഷെ ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ മരണം വരെയുള്ള വേദന എന്ന് പലപ്പോഴും അവരുടെ ചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം കൂട്ടണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചെയ്യുക. പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ പറഞ്ഞ കുറെ സന്ദർഭങ്ങളുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കൂടുതലായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അസറിന് ശേഷമുള്ള സമയങ്ങളിൽ ദിക്ർ അധികരിപ്പിക്കുക, സുബഹിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അള്ളാഹുവിനെ കൂടുതലായിട്ട് ഓർക്കുക. ഇങ്ങനെ എപ്പോഴും നമ്മൾ അള്ളാഹുവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ ഹൈർ ഉണ്ടാകും. ആലിമീങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഒരു അടിമയെ തടയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് മോശമായ കൂട്ടുകാരാണ്. അഹ്മദ് ഇബ്നു ഹർബ് റഹിമഹുല്ലാഹ് എന്നൊരു വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 50ഓളം വർഷം ജീവിച്ചു, ഞാനൊരു ആലിമാണ്, പണ്ഡിതനാണ്. 50ഓളം വർഷം ജീവിച്ചിട്ടും എനിക്ക് ഒരിക്കൽ പോലും നിസ്കരിക്കുന്ന സമയത്ത് രസം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഒരുപാട് മോശപ്പെട്ട കൂട്ടുകാരുണ്ട്. ഞാൻ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപ്പെടുത്തി നല്ല കൂട്ടുകാരുമായി ഞാൻ കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇബാദത്തിൽ രസം കിട്ടാൻ തുടങ്ങി. അങ്ങനെ അല്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ നമസ്കരിക്കും, പക്ഷെ പിന്നീട് നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ അടുത്തേക്കായിരിക്കും. അവർക്ക് സംസാരിക്കാനുണ്ടാവുക സ്ത്രീകളെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗീബത്തായിരിക്കും, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദമായിരിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഫിക്റും പോകും. അതുപോലെ ആലിമീങ്ങൾ പറയുന്ന 2ാമത്തെ കാര്യം, ദിക്റിൽ നമുക്ക് നിസ്കാരത്തിൽ ഹൃദയത്തിന് രസമുണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം ജീവിതത്തിൽ നിന്നും പാപങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഹറാമുകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണത്താൽ നമ്മുടെ നിസ്കാരം വരെ നഷ്ടപ്പെട്ടു പോകും. സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ എനിക്ക് പല നിസ്കാരങ്ങൾ പോലും ഒഴിവായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലായിരിക്കാം നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുന്നത്, നിസ്കരിക്കാൻ വേണ്ടി മനസ്സ് വരാതിരിക്കുന്നത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്തിന്റെ പണിയാണ്. നമ്മളൊക്കെ പലപ്പോഴും പല വിഷയങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ആളുകളാണ്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒതു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സമാധാനമാണ്, ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവും. പിന്നെ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റാഹത്ത് നമ്മളെല്ലാവരും അനുഭവിച്ച ആൾക്കാരാണ്. എന്നാലും പലപ്പോഴും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്ത ഈ ഹറാമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഹറാമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത്തരം മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.